കോളേജിൽ വന്ന് അങ്ങനെയൊക്കെ പെരുമാറുമ്പോ അങ്ങേ അറ്റത്തെ സെൻസാറ്റ് കൂടിയാ ഞാനത് ചെയ്തത്. വെറുതെ ഒരു അമ്പരപ്പ് വന്നിട്ട് കുട്ടിയുടെ ജീവിതത്തിലേക്ക് കയറാമെന്നോ മറ്റോ ഒരു കുസൃതി തോന്നിയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ആയിരുന്നേ ഉള്ളൂ. അതിനെന്താ, അതന്നെ എനിക്ക് ഇഷ്ടായത് ഇപ്പൊ ഓർക്കുമ്പോ. പക്ഷേ അന്ന് എനിക്കത് ചോദിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു. സമ്മതമാണെന്ന് മറ്റോ സൂചന തോന്നുന്ന തരത്തിൽ ഒന്ന് മൂളിയിരുന്നെങ്കിൽ അന്നേരത്തെ ആ പ്രാന്തിന് ചിലപ്പോ നേരെ വിളിച്ചോണ്ടുപോയി മാലേഡിയിലും റേസ് ട്രാക്കിലും പോലും കഴിച്ചു കളഞ്ഞേനെ. അന്ന് ഐ വാസ് ടോട്ടലി ഫ്രീ, ഐ വാസ് പ്രിപ്പയർഡ്. എന്റെ മനസ്സിലാകെ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്ത്. ഇന്നിപ്പോ അങ്ങനെയല്ല. വേറൊരു സ്വൈരക്കേട്ടിനെ പറ്റി അന്നെന്നോട് രാധ പറയുണ്ടായില്ലേ? കുട്ടിയുടെ നാവുമ്മല് വെള്ളി. അങ്ങനെ തന്നെ സംഭവിച്ചു. ആരാന്ന് ചോദിച്ചാൽ എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി. എങ്ങോട്ടാ പോയെന്നും അറിയില്ല? ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയങ്ങ് പോയിക്കോട്ടെ. അങ്ങനെയല്ല കുട്ടി. ഞാനായിട്ട് അവൾക്ക് എന്റെ ഈ കൈ കൊണ്ട് കത്തെഴുതി അയച്ചിട്ട് അവൾ ഈ ടൗണിൽ വരികയായിരുന്നു. എന്നിട്ട് ഞാനായിട്ട് അവളെ സ്പോയിൽ ചെയ്തു. തെറ്റിലേക്കുള്ള ഒരു വഴിക്ക് തുടക്കം കുറിച്ചു കൊടുത്തു. കൂട്ടത്തിൽ എന്റെ എല്ലാ കൊച്ചുവാശികളും കാറ്റിപ്പറത്തിക്കൊണ്ട്. ഞങ്ങൾ തമ്മിൽ എവിടെയോ വെച്ച് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞവരാണെന്ന് എനിക്ക് വെറുതെ തോന്നുക. ഏതോ ജന്മത്ത്. അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത ഒന്ന് അവൾക്ക് എങ്ങനെ സാധിക്കുക? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. ബിയാട്രിസ് പിന്നെ എങ്ങനെ പോയി? അവരെ തങ്ങളും ആന്റപ്പനും കൂടെ കുറച്ച് കാശും കൊടുത്ത് പറഞ്ഞയച്ചു. അവര് നാട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്ലാര മടത്തി ചേർന്നെന്ന്. അന്ന് തിരിച്ചു ചെല്ലുമ്പോ ക്ലാര സമ്മതിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മധ്യസ്ഥതയിൽ ആ മാരേജ് നടക്കുമായിരുന്നോ? ദോ ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. പിന്നെ എന്തിനേ ആ കുട്ടി പോയി കളഞ്ഞത്? പാവം. പക്ഷെ രാധയ്ക്കും എന്നെ ആദ്യം മനസ്സിലായില്ലല്ലോ. അഗ്രീഡ്. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. ഇപ്പൊ ഈ കണ്ട ക്ലാര ആയിരിക്കില്ല. ഒരിക്കലും ആവില്ല, അതെനിക്കറിയാം. അത് മനസ്സിലുറച്ചു കഴിഞ്ഞാ ജയേട്ടൻ പിന്നെ ക്ലാരെ കാണില്ല, കാണാൻ പോവില്ല. നേരോ? അങ്ങനെയാവുള്ളൂ, നോയിക്കോ. എനിക്കറിയാം എന്നെ എന്തിനാണ് ആ കായലോരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്റെ വേനംകുട്ടി, ഈ വിദ്യ എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ, അത് വേറെ ആളോട്. താനിങ്ങനെ ഇടുന്ന ഉച്ചവെക്കണ എന്തിനാ? തന്നോട് ആ സ്ഥലം ഒന്ന് നോക്കാനല്ലേ പറഞ്ഞുള്ളൂ. എനിക്കത് വേണമെങ്കിലല്ലേ ഞാൻ ഒന്ന് നോക്കണ്ടോ? അതൊന്ന് കണ്ടല്ലേ അറിയോ വേണോ വേണ്ടെന്ന്. നിങ്ങൾ പോയി നോക്കി, ഇഷ്ടാഴ്ച മാത്രം പറഞ്ഞപ്പോ കാണണ്ട. അത് കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടമില്ല. എന്താ, വെള്ളം പൊങ്ങുമ്പോ ഞാനും എന്റെ കുട്ടികളും കായലിൽ മുങ്ങിച്ചത്തോട്ടെന്നാണോ? അതിപ്പോ നടക്കില്ല. താന് എന്തൊക്കെ മനുഷ്യൻ എന്റെ രാമനുണ്ണിയാരെ ദേഹോദ്രോൽപ്പിക്കാനുള്ള ഭാവം. എന്നെ ഇവിടുന്ന് ഓടിച്ചു കളയാമോ, അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കളയാമോ ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ആ മോഹം മോഹമായിട്ടിരിക്കുള്ളൂ. എന്താ അവിടെ? മതി. ഒന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ ആ കായലോരത്തുള്ള സ്ഥലവും നോക്കി വരാൻ പറഞ്ഞേനാ. എന്തിനാ സ്ഥലം നോക്കണേ? ഞാൻ എന്താ സർവേരാ നാട്ടിൽ കണ്ട സ്ഥലമൊക്കെ അടുത്ത് കാണാൻ? സർവേരായിട്ടൊന്നുമല്ല, തനിക്ക് ആ സ്ഥലം പിടിച്ചാൽ തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ. അത് തന്നെ ഞാൻ പറഞ്ഞേ, എനിക്ക് പൊടുന്ന് കെട്ടിയെടുക്കാൻ മനസ്സില്ലാന്ന്. പാവപ്പെട്ടവരാണെന്ന് വെച്ചിട്ട് ആർക്കും എന്തു ആയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണേ. പട്ടാ പകല് പിടിച്ച് കായലിൽ തള്ളാൻ വരുമെന്ന് വെച്ചാൽ പിന്നെ എന്തായി നാട്ടിൽ നടന്നാത്തത്? ഒച്ച വെച്ച നായ കായലല്ല തൂക്കി ഞാൻ കടലെറി. എവിടെ എവിടെ വാക്കത്തി
എന്താ നിനക്ക് അവരോട് സംസാരിക്കാൻ പോണ്ട കാര്യം? അരിഞ്ഞല്ലാത്തിനെ ഇവിടെ ഇങ്ങടെ ഈ സെറ്റപ്പിൽ നിർത്തിയിട്ട് ഞാൻ അരിഞ്ഞിടും. പോടോത്തേക്ക് മണ്ണാർത്തൊടിക്ക് കാവലായിട്ട് 5-6 പ്രേതങ്ങൾ കിടക്കട്ടെ. താങ്കൾ തുള്ളോ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ പിടിക്കും. നിങ്ങളെ അരിഞ്ഞ് തള്ളി ഇവിടെ ഈ മണ്ണിൽ കൂടെ കെട്ടി ഇത്രയും കാലം ജീവിച്ചു. ഇനി ഈ മണ്ണ് വിട്ട് മറ്റൊരു മണ്ണിൽ കൂട് കെട്ടാ എന്നെ കിട്ടില്ല. അതിന് മേനാൻകുട്ടി കൂട്ടിയാ കൂടുതലിട്ടാ. നീ എന്താ അവിടെ കാട്ടണേ? നീ വന്നേ, നീ അവിടെ പോയി ചാല് കയറിയേ. ഇവിടെ കിടന്ന് കളിക്കാതെ. തനിക്ക് വേണമെങ്കിൽ പോയി കാണണം, വേണ്ടെങ്കിൽ പോയി കാണണ്ട. ഏതായാലും ഈ പരീക്ഷ എടുത്ത സമയത്ത് ഇതും പറഞ്ഞ് രാധ അപ്സെറ്റ് ആക്കണ്ട. എത്ര മണിക്കാ ട്രെയിൻ പറഞ്ഞേ? വെളുപ്പിന് 3:30. എന്റെ അമ്മോ, നല്ല മഞ്ഞുവാ. ഏതായാലും ഞാൻ പോവാ ഋഷി. അവൾ എന്നെ എക്സ്പെക്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവൾ എന്തിനാ വെറുതെ ഇപ്പൊ എന്നെ മാത്രം ഓർത്ത്? ഇതായിപ്പോ വേറെ പലർക്കുമായിട്ട് ഇങ്ങനെ പല ടൈമും ഡേറ്റും ഒക്കെ അവള് മുറിച്ചു കൊടുത്തിരിക്കായിരിക്കും. തനിക്ക് കിട്ടിയ എളുപ്പങ്ങല. ആയിക്കോട്ടെ, ഏതായാലും വെളുപ്പിനാ നേരം അവൾ എനിക്ക് തന്നിരിക്കുക. അവൾ എന്നെ സ്റ്റേഷനിൽ നോക്കും. ആ നേരത്ത് ഞാനിവിടെ ഉണ്ടാവണം. ఏంటి ఎందుకలా చూస్తావు? చచ్చే పొద్దున నడుస్తా అనుకుంటే అది కూడా వీళ్ళు పడనివారు ఈ మనుషులు. అసలు ఒక ఆడదాంతో ఏళ్ళ ప్రవర్తించారో ఎప్పుడు చేసుకుంటారు? ఏయ్యా, నీకు అమ్మ అక్క చెల్లెల్లేరా? రాందాని ఈ దేశం మరి పాడైపోయింది. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാനൊരു ആന്ധ്രാക്കാരിയായിരുന്നു, ഗുൾത്തി. തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും പറയാൻ അറിയാത്തൊരു ജമുന റാണി. അതിന്റെ ഹാങ് ഓവറാ. ഇനിയിപ്പോ നേരെ ആയിക്കോളും. ടെലഗ്രാം കിട്ടിയോ? ഇതെന്ത് ചോദ്യം? ടെലഗ്രാം കിട്ടാതെ ഞാൻ ഈ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പോണം മാഷേ. ഇത് കേട്ടാ തോന്നും പതിവായിട്ട് പ്ലാറ്റ്ഫോമിലല്ല കിടക്കുന്നത്. ബാഗ് പിടി സാറേ, വാചടിച്ചു നിൽക്കാതെ. അപ്പോ നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു നിങ്ങൾ പറയേ. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നടക്കാൻ പോകുന്നു. ഈ നേരത്തോ? ആ, നമ്മൾ രണ്ടാളില്ലേ? നടക്കാൻ കൊതിയായിട്ടാ. എപ്പോഴും ഈ അടച്ചുമൂടിയ മുറികളിലിരുന്ന് മതിയായി. നമുക്ക് നടക്കാൻ കൺട്രാക്ടറെ. വെള്ള കീറുന്നത് വരെയെങ്കിലും നടക്കാം.
എങ്ങോട്ടാണാവോ ഈ നേരത്ത് ഇതിനെ കൊണ്ട്? എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നാണേലും ജാക്കി ജാക്കിയതാ, ഇന്റർനാഷണൽ ജാക്കി. പിന്നെ സ്ഥലവാസികൾക്ക് 5 മണി വരെ പാതിരാത്രിയുടെ ലൈസൻസ് ഓ ഉള്ളതാണ്. ഒന്ന് കളയണം സാറേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോ ചാടിക്കയറി തിന്നുന്നെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ. നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ ഇപ്പൊ വേണ്ട, ഒരു മടിയൻ. നടക്ക് നടക്ക്. മടത്ത് ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു, വീട്ടിലയക്കാൻ. കാണണോ? തമാശയാ. വേഷം എങ്ങനെ? കൊള്ളാം. നിന്നെ പോലെ മൊഹസ്സയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സ്യൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണോ പറയുന്നത്? അതെ, ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ. ജയിൽ പുള്ളികളെ പോലെ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയാൽ നന്നായിരുന്നു. അതിപ്പോ ഒരല്പം മുറ്റവും ഇറങ്ങി നിന്നാൽ ഒരിത്തിരി കാറ്റും. മുറികൾ എനിക്കിനി വയ്യ. പണ്ട് ജീവിതം മടുത്ത പോലെ ഇപ്പൊ മുറികളും മടുത്തു. ചുവരുകൾ, ചുവരിനുള്ളിലെ ചുവരുകൾ, സൈഡ് റൂമിന്റെ, ബെഡ്റൂമിന്റെ, ബാത്റൂമിന്റെ എല്ലായിടത്തും ചുവരുകൾ. അവിടുന്ന് വിട്ടാൽ ഓടുന്ന ചുവരുകൾ, കാറിന്റെയോ ട്രെയിനിന്റെയോ ചുവരുകൾ. ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടെന്ന് തിരക്കി നോക്കണം. നമുക്കൊരു സൗകര്യം വേണ്ട. മേലേക്ക് നോക്കിയ മേഘങ്ങൾ കാണണം, രാത്രിയും പകലും. അത്രേ വേണ്ടു. ഒരു വീടുണ്ട്, പക്ഷേ ക്ലാര അവിടെ വരുമെന്ന്. ആരും താമസമില്ലാത്ത വീടാ. പക്ഷെ അത് ആ തങ്ങളിനെ ഓർമ്മയില്ലേ? സാരമില്ല, പോവാം. പക്ഷേ കഴിയുമെങ്കിൽ അയാളെ കാണാതെ കഴിച്ചാൽ നന്നായിരുന്നു. പേടിയാ? പേടിയല്ല, പക്ഷേ എനിക്കെന്തോ ആ മനുഷ്യനെ കാണാൻ വയ്യ. എത്രയൊക്കെ ആയാലും ഞാൻ അയാളെ ചതിച്ചവളാണല്ലോ. ആളവിടെ ഉണ്ട്. ഒതുക്കിയെടുത്തേരെ, 1 മിനിറ്റ്. ആക്സിഡായത് നന്നായി. അവനവിടെ പോയിട്ടുള്ളതാ. പിന്നെന്താ, ഒരു സൗകര്യവും ഇല്ല. ആൾവാസം ഇല്ലാതെ കിടക്കണ ഇടല്ലേ. അത് സാരമില്ല. എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഒന്ന് കൂക്കിയാൽ മതി. താഴെ വീട്ടിൽ നിന്നൊരു ചെക്കൻ വരും, അവൻ വാങ്ങിച്ചോണ്ട് തരും. ഒരു 1-2 ദിവസം അവിടെ ഉണ്ടാവില്ലേ? അറിയില്ല. അത്ഭുതം തോന്നുക. അന്ന് ഞാൻ നേരിട്ട് വന്ന് കയറേണ്ട ഇടമാണിത്. അത്തവണ ഇവിടം ഒഴിവാക്കി ഞാൻ ഓടിപ്പോയി, വലിയൊരു മിടുക്ക് പോലെ. ഇന്നിപ്പോ താക്കോൽ എരന്ന് വാങ്ങി ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. എന്താത്? നേരത്തെയും കേട്ടു. ഭ്രാന്തന്റെ നിലവിളി. അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിലൊരു ഭ്രാന്തൻ കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ചെക്കനാ പറഞ്ഞ് ആമത്തി കിടന്നു പറഞ്ഞിട്ട് കാലില് വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ.
എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്. എന്തിനാ എന്നെപ്പറ്റി ആ കുട്ടിയോട് പറയാൻ പോയത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയാൻ എനിക്കാകെ ഈ ഒരു കഥയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു. വേണ്ടിയിരുന്നില്ല. ആ കുട്ടിക്ക് വെറുതെ ഒരു മനപ്രയാസത്തിന്. രാധയ്ക്ക് ആകെ പേടി ഒറ്റ പെണ്ണിനെ ഉള്ളൂ. നീ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു. അതെ, ഇവിടെ ഒക്കെ തണുത്തിട്ടുണ്ടാവും. ആഹാ, എങ്ങനെയുണ്ട്? കുറച്ച് തണുത്തന്നേ ഉള്ളൂ, എന്നാലും നല്ല എരിവ്. ദൂരെ ഉണ്ടേ. അവിടുന്ന് ഞാൻ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു നേരം ആവുവേ. പിന്നെങ്ങനെയാ തണുക്കാണ്ടിരിക്ക? ഞാൻ വരാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും. മറക്കുമായിരിക്കും അല്ലേ? പിന്നെ മറക്കാതെ. പക്ഷെ എനിക്ക് മറക്കണ്ട. വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു, ഇത്തവണ അന്നത്തെ പോലെ ക്ലാരയെ ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു? പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന്. വന്നിരുന്നെങ്കിൽ? വന്നില്ലല്ലോ. ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെക്കുറിച്ചാ. നന്നായി. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടുകയെന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ, നല്ല കുട്ടികൾക്കേ കിട്ടൂ. ക്ലാരയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ. ആദ്യമായിട്ടും അവസാനമായിട്ടും. HK ലാൽവാനി, ബോംബെ. ആരേത്? ഒരു മാർവാടി പയ്യനാ. പുള്ളി ആദ്യം മീറ്റ് ചെയ്ത ഉടനെ എന്നെ കല്യാണം കഴിക്കാൻ തിരക്കൂട്ടിയ ആളാ, നമ്മളെപ്പോലെ. എന്നിട്ടെന്താ, പയ്യൻ അവന്റവാദിൽ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് കാലായി. എ വെരി നൈസ് മാൻ. സ്ഥിരം ഫ്രണ്ടാ എന്ന് പറഞ്ഞൂടാ. മൂപ്പർക്കും ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ബാച്ചിലർ പ്ലേ ബോയാ? അല്ല, ഈസ് എ വിഡോവർ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കളവനാ? മോനെ കടിക്കൺട്രാക്ടറെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ തിരക്കുന്നത്? ഓർക്കുന്നത് അതല്ല, ഇത്തവണ മാത്ര മഴ പെയ്യാഞ്ഞത്. അതിന്റെ അർത്ഥം ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും.
അല്ല. എന്തിനാ ഇനി നമ്മൾ കാണുന്നേ? എനിക്കും അറിയില്ല. പക്ഷേ ഇനി കാണില്ല എന്ന് പറഞ്ഞ് പിരിയണ്ട. എന്റെ ഈ വരവ് രാധയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല. രാധ അറിയരുത് നമ്മൾ തമ്മിൽ കണ്ടത്. ഇല്ല. എങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് ഇത്തവണ പിരിയണ്ട. പക്ഷെ എന്നായാലും ഒരിക്കൽ നമ്മൾ പിരിയേണ്ടവരാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം. രാധ മണ്ണാറത്തൊടിയിൽ വരുന്ന ദിവസം വരെ മാഷക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ. എന്നാ പോട്ടെ തടി കൺട്രാക്ടറെ.